ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി 26,000 ഓൾമോസ്റ്റ് ടച്ച് ചെയ്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. മാർക്കറ്റിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തി ഇൻവെസ്റ്റൊക്കെ ചെയ്ത മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഹോൾഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് മാർക്കറ്റ് നല്ലൊരു റിട്ടേൺ ഈ ഒരു കാലയളവിൽ തന്നു. ഇന്നും PSU സെക്ടറും കീ സെക്ടറായിട്ടുള്ള റിയാലിറ്റി സെക്ടറും എല്ലാം തന്നെ ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് നാളുകളുടെ റാലിക്ക് ശേഷം ഇന്ന് CDSൽ സ്ലൈറ്റ്ലി ഫോൾ ആയി. കൂടാതെ തന്നെ ബ്രന്റ് ഓയിലിൻ്റെ വില ഉയർന്നതുകൊണ്ടും കുറച്ച് നാളുകളായിട്ടുള്ള റാലി തുടർന്നുകൊണ്ടും ഏഷ്യൻ പെയിൻറ്റ് ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആണ് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. യൂറോപ്യൻ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ US ഫ്യൂച്ചറും ഇപ്പോൾ ഫ്ലാറ്റായ രീതിയിൽ വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ഇപ്പോൾ ട്രേഡിങ് തുടരുന്നുണ്ട്. നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടും അത്ര വോളറ്റിലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ അതിശക്തമായിട്ട് മുകളിലേക്ക് പോയ ഒരു കാഴ്ചയാണ് ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗിലെ തന്നെ നിഫ്റ്റി നല്ലൊരു ഗെയിൻ നിക്ഷേപകർക്ക് നൽകി. ഇനിയിപ്പോൾ നമുക്ക് Q2 റിസൾട്ടുകളെല്ലാം തന്നെ അടുത്ത മാസത്തിലെ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ വരും. കൂടാതെ തന്നെ ഈ ഒരു ആഴ്ച മന്ത്ലി എക്സ്പയറി ആണ്. അതിൻ്റേതായിട്ടുള്ള വോളറ്റിലിറ്റി ഇനി മുന്നോട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം 25,840 ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിഫ്റ്റി വോളറ്റിലിറ്റി ഒന്നും ഇല്ലാതെ ഒരേ ഡയറക്ഷനിലേക്ക് സ്ട്രൈറ്റ് അവേ 25,950 വരെ മാർക്കറ്റ് ശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE, CSE 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 8% സ്പൈക്ക് ചെയ്ത് 13.8. ഡോ ഫ്യൂച്ചർ 26 പോയിന്റ് പ്ലസ് ആണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 600 പോയിന്റ് റാലി രേഖപ്പെടുത്തി. കോസ്പി കൊറിയയും ഷാങ്ഹായ് ചൈനയും പോസിറ്റീവായിരുന്നു. ഓസ്ട്രേലിയൻ മാർക്കറ്റ് 56 പോയിന്റിൻ്റെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,622 പെർ ഔൺസ്. ഗോൾഡ് ഇന്ന് ഉയർന്നുകൊണ്ട് ഇന്ത്യൻ ഈ ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള കമ്പനീസായിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സും അതല്ലെങ്കിൽ PC ജ്വല്ലേഴ്സും എല്ലാം തന്നെ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ബ്രന്റ് ഓയിൽ $73.92 പെർ ബാരൽ. ബിറ്റ്കോയിനും 63,600 എന്ന റേഞ്ചിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. നാളെ നമുക്ക് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സ്പോട്ട് ഉള്ളത് 24,953. മേജർ റെസിസ്റ്റൻസ് സോൺ 25,200 ആണ്. 25,500 സെക്കൻഡ് റെസിസ്റ്റൻസ് സോൺ ആണ്. സപ്പോർട്ട് 24,500 ആണ് ഇപ്പോൾ ഉള്ള മേജർ സപ്പോർട്ട് ഉള്ളത്. പശ്ചിമേഷ്യയിൽ കുറച്ച് ന്യൂസുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ലെബനാൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് കുറച്ച് ന്യൂസുകളെല്ലാം തന്നെ വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പേജർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെതിരെയുള്ള പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ അന്നേ ദിവസം തന്നെ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഇപ്പോൾ US നിന്നുള്ള ഇൻട്രസ്റ്റ് കട്ട് കഴിഞ്ഞു, 50 ബേസ് പോയിൻറ്റ്. ഈ ഒരു വർഷം ഫർദറായിട്ട് വീണ്ടും ഒരു 50 പോയിൻറ്റിൻ്റെ ബേസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള സംസാരം. കൂടാതെ തന്നെ US സെൻട്രൽ ബാങ്കാണ് അവിടുത്തെ ഫെഡ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ RBI. ഇവിടെയും 25 ബേസ് പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ് ഇവിടെയും പ്രതീക്ഷകൾ. അതുവഴി ഇന്ത്യയിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ വന്നേക്കാമെന്നുള്ള രീതിയിലാണ് അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത്. കൂടാതെ തന്നെ മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സ് റീബാലൻസ് ഒക്കെ ചെയ്തതിന് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 15,000 കോടി രൂപയുടെ ഫണ്ട് വന്നു. HDFC ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് നിഫ്റ്റിയുടെ PE ഒക്കെ ഓൾമോസ്റ്റ് ഒരു 24-25ൻ്റെ ആസ്പാസൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി കോഷ്യസ് ആവുക. മതിമറന്ന് നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ എല്ലാ ആളുകളും പോസിറ്റീവ് ആവണ സമയത്താണ് നമ്മൾ കുറച്ചും കൂടി ജാഗരൂകത ആവേണ്ടത് എന്നുള്ള കാര്യം മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് ഇനോക്സ് വിൻഡായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. അവർക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ ഒരു ലോൺ എഗ്രിമെൻറ്റ് ബാങ്കിൽ നിന്ന് അപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. NBCC കമ്പനി 1,260 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സ്പൈസെറ്റ് കമ്പനി 3,000 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഒരു ഫണ്ട് റൈസ് ചെയ്തു. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസായിട്ടുള്ള ഗോൾഡ്മാൻ സാക്ക് പോലെയുള്ള വലിയ കമ്പനീസാണ് ബയേഴ്സായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്ന് പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനി 220 കോടി രൂപയുടെ ഒരു 220 കോടി രൂപ മുടക്കി
കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഹൈദരാബാദ് അവർ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ്. ഫ്യൂഷൻ ഫിനാൻസ് കമ്പനി ഇവരെ ഇൻവെസ്റ്റെക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു. ആംബർ കമ്പനി ജെഫ്രീസ് എന്ന് പറഞ്ഞ ഒരു റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ ആംബർ പ്രമുഖ എ സി നിർമ്മാതാക്കളാണ്. 17% CAGR ഇവരുടെ എ സി ഇൻഡസ്ട്രീസിലെ വോളിയം ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. PSP പ്രൊജക്ട് കമ്പനി 555 കോടി രൂപയുടെ ഓർഡർ ബാംഗ്ലൂരിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ലഭിച്ചു. IPO വരുമ്പോൾ നോൺ ഫിനാൻഷ്യൽ കമ്പനിയായിട്ടുള്ള മാൻബ ഫിനാൻസ് IPO ഓപ്പൺ ആയിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി ഔറംഗാബാദിലെ യൂണിറ്റിലെ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഇൻസ്പെക്ഷൻ നടന്നു. ഒബ്സർവേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോക്കിൽ നിന്ന് നേട്ടം കൈവരിച്ചു. രാവിലെ പ്രീ മാർക്കറ്റിലൊക്കെ ഈ FDA ഇൻസ്പെക്ഷനിൽ ഒബ്സർവേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിൻഡ് റെക്ടിഫയർ കമ്പനി ഇന്ന് അപ്പർ സർക്യൂട്ട് ആയിരുന്നു. 200 CR ഒരു ഓർഡർ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ കമ്പനി ഇവർ അസെൻകോ എന്ന് പറഞ്ഞ UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീനെ അക്യൂർ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. കൂടാതെ എയർടെൽ കമ്പനി ഗുജറാത്തിൽ ഇവർ നെറ്റ്വർക്കെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സിഗ്നെറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ 20,000 ഹെക്ടർ ലാൻഡാണ് ഇവരുടെ മൈക്രോ ഇറിഗേഷന് വേണ്ടിയിട്ട് ഇവർ അക്യൂർ ചെയ്തത്. സ്റ്റോക്കിൽ നിന്ന് ഗെയിൻ രേഖപ്പെടുത്തി. പൈസാലോ ഡിജിറ്റൽ കമ്പനി 16 ലക്ഷം ഷെയറുകൾ ഇവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെ ബൈ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്കിൽ നിന്ന് ഗെയിൻ രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിക്ക് ഗവൺമെൻറ് മഹാരത്ന ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനമായിട്ടുണ്ട്. MTAR ടെക്നോളജി കമ്പനിക്ക് 15 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താൻ ശ്രമിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ലാസിക് സർജറികളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സിസ്റ്റം ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട് കണ്ണ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ലാസിക് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. അപ്പോൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് എനിക്ക് ഉപകാരപ്പെടും. കൂടാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്പെടും. അപ്പോൾ നാളെ രാവിലെ 7:00 കാണാം. IPOയും മറ്റുള്ള ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. vismate.com ട്രേഡ് ബഡ്ഡി എന്ന ടാബിൽ ലിങ്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള ന്യൂസായിട്ട് എത്താം. താങ്ക് യു.